ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ക്യാൻസർ ചികിത്സയിൽ പല രീതിയിലുള്ള ചികിത്സാ ഘട്ടങ്ങളുണ്ട്. അത് ഏറ്റവും മെയിനായിട്ടുള്ളത് ശരിക്കും കീമോതെറാപ്പി തന്നെയാണ്. കീമോതെറാപ്പി ഉണ്ട്, പിന്നെ റേഡിയേഷൻ ഉണ്ട്, പിന്നെ സർജറി ഉണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ സാധാരണയായി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള ഒരു ചികിത്സാ രീതി കൂടിയുണ്ട്. ഈ ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ല. കാരണം നേരത്തെയൊക്കെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ശരിക്കും ഇമ്മ്യൂണോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇമ്മ്യൂണോതെറാപ്പി കുറച്ചും കൂടെ ചിലവേറിയ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ കേരളത്തിലൊന്നും നേരത്തെ ഇത് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിലുള്ള ഭൂരിപക്ഷം ആശുപത്രികളിലും ഇമ്മ്യൂണോതെറാപ്പി അവൈലബിൾ ആണ്. ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ച് ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഇതുകൊണ്ട് മെയിനായിട്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ഒത്തിരി സെല്ലുകളുണ്ട്. ഈ സെല്ലുകളെ നമ്മൾ ക്യാൻസർ കോശങ്ങൾക്ക് എതിരെ തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ നടക്കുന്നത്. ഇതിനു മുമ്പ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പല ക്യാൻസറുകളും, അതായത് നമ്മൾ കീമോ ചെയ്തിട്ടും റേഡിയേഷൻ ചെയ്തിട്ടും സർജറി ചെയ്തിട്ടും ചികിത്സിച്ചാൽ ഭേദമാകാത്ത പല ക്യാൻസറുകൾക്കും ശരിക്കും ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി അതിനകത്ത് അത്ഭുതാവഹമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഉണ്ടായേനെ. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം സ്വാഭാവികമല്ലാത്ത സെല്ല് നമ്മുടെ ശരീരത്തിനുള്ളിൽ വളരും. ചിലപ്പം അബ്നോർമലായിട്ട് സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ വളരാം. അപ്പം ഇതിനെ മുഴുവൻ അങ്ങനെ വളരുന്ന ഈ സെല്ലിനെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ഒരു ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വാഭാവികമായിട്ട് തന്നെ അസ്വാഭാവികതയോടെ വളരുന്ന ഈ സെൽസിനെ മുഴുവൻ നശിപ്പിക്കാൻ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കഴിയും. പക്ഷേ ചില ടൈമിൽ ഇത് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. കാരണം ഈ അബ്നോർമലായിട്ട് വളരുന്ന ഈ സെല്ല്, അതായത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും നോർമൽ സെൽ ആയിക്കോട്ടെ, ഇത് അബ്നോർമലായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാവുന്നത്. ഇമ്മ്യൂണോതെറാപ്പി പലതരത്തിലുള്ള ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുന്നു. പലതരത്തിലുള്ള ക്യാൻസർ രീതിയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സ്കിൻ ക്യാൻസറിന് മെയിനായിട്ട് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്ന നല്ലതാണ്. സ്കിൻ ക്യാൻസറിന് ഇമ്മ്യൂണോതെറാപ്പി ചെയ്താൽ ഒത്തിരി ഫലപ്രാപ്തിയാണ്. പിന്നെ കിഡ്നി ക്യാൻസർ, പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ ശ്വാസകോശ ക്യാൻസർ, ഇതിനൊക്കെ നമ്മൾ ശരിക്കും രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും ഒറ്റ മരുന്നല്ല ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നത്. കാരണം അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളാണ് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്ന മരുന്നുകൾ. അതിപ്പം ഓരോ രോഗത്തിനും ഓരോ ടൈപ്പ് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഒരു രോഗത്തിന് തന്നെ ആ രോഗത്തിൻ്റെതായ ഒരു ടൈപ്പ് അനുസരിച്ച് പല രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കീമോതെറാപ്പി നമ്മൾ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ശരിക്കും കീമോതെറാപ്പിയുടെ സ്റ്റാർട്ടിങ്ങിൽ അല്ല ചില കീമോതെറാപ്പി ഒരു 8 കീമോതെറാപ്പി ആയിക്കോട്ടെ, ഓരോരുത്തർക്ക് ഓരോ രീതിക്കാണ് നമ്മൾ കീമോതെറാപ്പി ഒക്കെ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം 8 കീമോതെറാപ്പി ആണെങ്കിലും ഭൂരിപക്ഷം പേർക്ക് അതൊരു 5ാമത്തെ കീമോതെറാപ്പി തൊട്ട് കൂടെ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കീമോയുടെ കൂടെ അല്ലാതെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ അതാ പറയുന്ന രോഗത്തിന്റെ ഒരു രീതി അനുസരിച്ചിട്ടാണ് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കീമോ ചെയ്യുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. കീമോ നമുക്കിപ്പം 21 ഡേയ്സിലാണ് കീമോ ചെയ്യുന്നെങ്കിൽ ഈ കീമോ നമ്മൾ ശരിക്കും നമ്മൾ ഒരു ട്രിപ്പ് വഴി തന്നെയാണ് കീമോ നമുക്ക് ചെയ്യുന്നത്. പിന്നെ അതേ രീതി തന്നെയാണ് ഈ 21 ഡേയ്സിൽ നമ്മൾ കീമോ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിലും അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പി ഈ കീമോ ചെയ്യുന്ന പോലെ തന്നെ ഡ്രിപ്പിലൂടെ തന്നെ നമ്മൾ കയ്യിലേക്ക് ക്യാനിലേക്ക് ഇട്ട് ആ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കീമോ ചെയ്യുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇമ്മ്യൂണോതെറാപ്പിക്ക് തീരെ സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതല്ല. കീമോയെ അപേക്ഷിച്ച് നോക്കുമ്പം അത്രയും നമുക്ക് സൈഡ് എഫക്റ്റും അസ്വസ്ഥതകളും ഒന്നുമില്ല. ഒത്തിരി മാറ്റങ്ങളുണ്ട് ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നത് കൊണ്ട്. ചുരുക്കത്തിൽ നമ്മളെ ക്യാൻസർ ട്രീറ്റ്മെന്റിനുള്ള ഒരു നല്ല ഫലപ്രദമായ ഒരു ചികിത്സാ മാർഗം തന്നെയാണ് ഇമ്മ്യൂണോതെറാപ്പി. പിന്നെ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒരു കോഴ്സൊക്കെ ചിലപ്പം ഒരു 17 എണ്ണമോ അല്ലെങ്കിൽ 15 എണ്ണമോ അങ്ങനെയൊക്കെ ഒരു ഒത്തിരി ഒരു 1, 2 അല്ലെ 3 കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കോഴ്സുകളൊക്കെ ആയിരിക്കാം. അത് ഡോക്ടറുമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ നമ്മളോട് പറയും. ഓരോ രോഗത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ നല്ല ഹോസ്പിറ്റലുകൾ നമ്മൾ കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയും. അപ്പം അതനുസരിച്ച് ഇമ്മ്യൂണോതെറാപ്പിയുടെ
പിന്നെ കോസ്റ്റ് കാര്യങ്ങൾ ഒക്കെ ഡോക്ടേഴ്സ് തന്നെ തീരുമാനിക്കും. അപ്പം ഇത് ക്യാൻസർ എന്നുള്ളത് ഇന്ന് പിടികിട്ടാത്ത ഒരു രോഗമോ അല്ലെ വിട്ടുമാറാത്തൊരു രോഗമൊന്നുമല്ല. ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് ചിലവേറിയതാണെന്നാണ് മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇനി പുരോഗമനമായ കാലാവസ്ഥകളൊക്കെ അല്ലേ, ഇനി ചിലപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഒരു സംഭവമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം കുറച്ചും കൂടെ എല്ലാം പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇമ്മ്യൂണോതെറാപ്പിയെ കുറിച്ച് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.